ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇതായിരുന്നു ഞങ്ങൾ മുർദേശ്വറിൽ താമസിച്ചിരുന്ന ഹോട്ടൽ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഒണിയൻ ഉത്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു. പിന്നെ അവിടുന്ന് ഈ കാണുന്നതാണ് ശരാവതി നദി. ഇത് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒരെണ്ണമാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒരെണ്ണമായിട്ടുള്ള ജോഗ് വെള്ളച്ചാട്ടം ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് വന്നിട്ട് ശിവമോഗ ജില്ലയിലാണ്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉത്തര കന്നഡ ജില്ലയിലാണ്. പിന്നെ അതും കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഞങ്ങൾ പോകുന്നത് ഗോകർണം എന്ന് പറയുന്ന സ്ഥലമാണ്. പലരും കേട്ടിട്ടുണ്ടാവും ഗോകർണം. അത് കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അവിടെ പ്രധാനമായിട്ടും ഒരു മഹാദേവ ക്ഷേത്രമാണ് ഉള്ളത്. മുമ്പ് വെറും ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്ന ഇവിടം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ടൂറിസ്റ്റുകളായിട്ട്. ഇതിൻ്റെ സമീപമായിട്ട് ഇഷ്ടംപോലെ വേറെ ബീച്ചുകളുണ്ട്, ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ബീച്ചിൽ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, വാട്ടർ സ്പോർട്സൊക്കെ ഉണ്ട്. പിന്നെ അത് പിന്നെ മൺസൂൺ ആയതുകൊണ്ട് ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഭയങ്കര തിരക്കാട്ടോ ഈ ഗോകർണം ബീച്ചിലൊക്കെ. ശിവഭക്തരാണ് കൂടുതലും വരുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പോകുന്ന റോഡൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വിഷ്വൽ ബ്യൂട്ടിയാണ്. ഇത് ഏകദേശം കൊങ്കൺ റൂട്ടാണ്. കൊങ്കണിന് സമീപമായിട്ടുള്ള റൂട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ലഞ്ച് കഴിച്ചു. ഇതായിരുന്നു ലഞ്ച്, തൈര് സാദം. പിന്നെ അതും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിട്ട് കർവാറാണ്. കർവാറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കർണാടകയിലെ കർവാറിലാണ് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അറബിക്കടലിൻ്റെ തീരത്താണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് ഏരിയ ആണ് കേട്ടോ കർവാർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള നേവൽ ബേസിന് പറയുന്നത് INS കടമ്പ എന്നാണ്. അത് ഏകദേശം 2005 കമ്മീഷൻ ചെയ്തത്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരു കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വേണമല്ലോ യാത്രയിൽ. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഇതാണ് കർവാറിൻ്റെ ഒരു ടൂറിസം ബീച്ച്. കർവാർ എന്ന് പറയുന്നത് കാളി നദി കടലിൽ ചേരുന്നൊരു സ്ഥലമാണ്. ഈ കർണാടകയിലെ നോർത്തേൺ കർണാടകയിലെ പ്രധാനപ്പെട്ടൊരു സ്പോട്ടാണ് കർവാർ. അത് കടന്നിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമാണ് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ NH 66 മുന്നോട്ട് പോയി അവസാനം ഗോവയുടെ എൻട്രൻസ് പോയിൻ്റ് എത്തി. ഇതാണ് ഗോവൻ എൻട്രൻസിലുള്ള ചെക്ക് പോസ്റ്റ്. വെൽക്കം ടു ഗോവ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ അവിടെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ പേരുകൾ കണ്ടോ? കണാകൊണ എന്നൊക്കെയാണ്. അങ്ങനെ കണാകൊണ എന്നുള്ളൊരു ബോർഡൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗോവയിൽ ഇഷ്ടംപോലെ ബീച്ചുകൾ ഉള്ളൊരു സ്ഥലമാണ്. ബീച്ചുകൾ മാത്രമല്ല, അനേകം ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗോവ. ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഗാൽജി ബാഗ എന്ന് പറയുന്നൊരു പാലത്തിലൂടെയാണ്. ആ ദൂരെ കാണുന്നത് ഗാൽജി ബാഗ ബീച്ച്. അത് ഗാൽജി ബാഗ നദിക്ക് മുകളിലൂടെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം 4 വർഷം മുന്നേ പണി തീർത്തൊരു പാലമാണ് കേട്ടോ. ഇതെല്ലാം NH 66 അണ്ടറിലാണ്. പൊതുവെ എല്ലാവരും കരുതുന്നത് ഗോവ എന്ന് പറയുമ്പോഴത്തേക്കും വെറും ബീച്ചുകൾ മാത്രമുള്ളൊരു ടൂറിസം ഡെസ്റ്റിനേഷനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇതുപോലെ ഇഷ്ടംപോലെ വയലേലകളൊക്കെ ഉണ്ട്, കൃഷി സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഗോവയിൽ. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ചായിരുന്നു. ഇതായിരുന്നു ഗോവയിലെ പെട്രോൾ റേറ്റ്. പിന്നെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഈ വഴിയരികിൽ കാറ്റിൽസ്, കാളകളും പശുക്കളൊക്കെ ഉണ്ട്. അത് എല്ലായിടത്തും കാണാൻ പറ്റും ഈ ഒരു കാഴ്ച. പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കാടുണ്ടായിരുന്നു കേട്ടോ. കാടും ഗോവയുടെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ അറിവായിരുന്നു കേട്ടോ. ഗോവയുടെ ഏകദേശം 33% ഇതുപോലുള്ള വനപ്രദേശങ്ങളാണ്. നല്ല രസമാണ് അതുവഴിയൊക്കെ പോകാനൊക്കെ. ടിപ്പിക്കൽ ഫോറസ്റ്റ് ഏരിയ. അങ്ങനെ ടിപ്പിക്കലായിട്ടുള്ളൊരു കാടിൻ്റെ ഏരിയയൊക്കെ ക്രോസ് ചെയ്ത് ഗോവയുടെ ടൗണിൻ്റെ ആ ഒരു ജനവാസ പ്രദേശത്തേക്ക് ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള അനേകം പള്ളികളൊക്കെ കണ്ടായിരുന്നു. ഗോവയിൽ ഇതുപോലുള്ള ഇഷ്ടംപോലെ ബിൽഡിങ്സ് ഉണ്ട്. ഇതുപോലുള്ള കുറേ പഴയ പള്ളികൾ, കുറേ കെട്ടിടങ്ങൾ. ഗോവയുടെ ആർക്കിടെക്ചർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. വളരെ സ്പെഷ്യാലിറ്റിയാണ് ഗോവയിലെ ബിൽഡിങ്സിൻ്റെ ഡിസൈനും ഒക്കെ. ഇതെല്ലാം നല്ല പഴക്കമുള്ളതാണ്. അനേകം വർഷങ്ങൾ, നൂറ്റാണ്ടുകളൊക്കെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നല്ലൊരു ആംബിയൻസ് ആണ് അതുവഴി പോകുമ്പോഴൊക്കെ. ഗോവ എന്ന ടിപ്പിക്കൽ ഗോവയുടെ ഒരു ഐക്കണാണ് ഇതുപോലുള്ള കെട്ടിടങ്ങളൊക്കെ. ഈ കാണുന്നത് സൗത്ത് ഗോവയുടെ ആസ്ഥാനം മന്ദിരമാണ് കേട്ടോ, സൗത്ത് ഗോവ. പിന്നെ ഈ കാണുന്നതൊക്കെ സൗത്ത് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. ഗോവയിൽ പ്രധാനമായിട്ടും 2 ജില്ലകളാണുള്ളത്, സൗത്ത് ഗോവ, നോർത്ത് ഗോവ.
ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പനാജി. അത് ഒരു ടൗൺ ആണ് പനാജി എന്ന് പറയുന്നത്. പിന്നെ ഗോവയിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് വാസ്കോ ഡി ഗാമ എന്ന് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ സൗത്തേൺ ഗോവയും നോർത്തേൺ ഗോവയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പാലമാണ് കേട്ടോ. സുവാരി പാലം എന്നാണ് പറയുന്നത്. പുതിയൊരു പാലമാണിത്. ഇത് സുവാരി നദിക്കരയിലാണ്, നദിയുടെ മുകളിലൂടെയാണ് ഈ പാലം പണിയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, പണി നടക്കുന്നേ ഉള്ളൂ. പാലത്തിൻ്റെ ഒരു പോർഷൻ 2022 ഡിസംബറിൽ ഓപ്പൺ ചെയ്തായിരുന്നു. അതുവഴിയായിരുന്നു ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പോകുന്നത് ആ പാലത്തിലൂടെയാണ്. അത് ഇന്ത്യയിലെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ സ്റ്റേ ബ്രിഡ്ജാണ് ഈ പാലം. ഏകദേശം 640 മീറ്ററാണ് ഈ പുതിയ പാലത്തിൻ്റെ നീളം. വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു പാലത്തിലൂടെ ട്രാവൽ ചെയ്യുന്നത്. വിഷ്വൽ ബ്യൂട്ടി ഒരു രക്ഷയില്ല, അടിപൊളി. ഇതെല്ലാം NH-66 ഭാഗമാണ്. അങ്ങനെ അതെല്ലാം കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ പനാജിയിലെത്തി. ഈ കാണുന്നതാണ് അടൽ സേതു പാലം. അവിടേക്ക് 2 വീലറിന് കാളവണ്ടി അതുപോലുള്ള വണ്ടികൾക്കൊന്നും എൻട്രി ഇല്ല കേട്ടോ. അടൽ സേതു ഇതും പുതിയൊരു പാലമാണ്. ഇത് 2019 പണി കഴിപ്പിച്ച ഒരു പാലമാണ് അടൽ സേതു പാലം. ഏകദേശം 5 കിലോമീറ്ററിലധികമാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് മണ്ടോവി നദിയുടെ മുകളിലൂടെയാണ്. ഇതിന് ചുറ്റുവട്ടത്താണ് ഈ ഗോവ പനാജി ടൗൺ ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ മണ്ടോവി നദിക്കരയിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ മണ്ടോവി നദി. ഗോവയുടെ പ്രധാനപ്പെട്ടൊരു ഐക്കണാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ റൂമിലൊക്കെ എത്തി, ഒന്ന് ഫ്രഷായിട്ട് ഈവനിങ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. ഇപ്പം ഞങ്ങൾ പനാജി സിറ്റിയിലാണ് ഉള്ളത്. ഇത് പനാജിയിലുള്ളൊരു മാർക്കറ്റാണ്. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളൊരു മാർക്കറ്റ് ഏരിയയാണ് പനാജി മാർക്കറ്റ്. അടിപൊളി കേട്ടോ. ഇത് അവിടെ തന്നെയുള്ളൊരു മാർക്കറ്റ് ഏരിയ തന്നെയാണ്. അവിടെ ഇഷ്ടംപോലെ തുണികൾ, ബാഗുകൾ, ചെരുപ്പുകൾ ഇതെല്ലാം ഭയങ്കര ചീപ്പ് റേറ്റിൽ ഒരു 100 രൂപ 150 രൂപ എന്നുള്ള കണക്കിൽ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മാർക്കറ്റ് ഏരിയ. നല്ല തിരക്കുണ്ട്, അതുവഴി പോകുമ്പോഴൊക്കെ നല്ല തിരക്കുണ്ട്. ഇതിപ്പോൾ ഏകദേശം രാത്രിയാണ്. ഈ കാണുന്നതാണ് കേട്ടോ അവിടെയുള്ള കടകളൊക്കെ. നമുക്ക് വില പറഞ്ഞൊക്കെ വാങ്ങാം. ഇതവിടെ ഇഷ്ടംപോലെ സോവറിൻസ് ഉണ്ട്. പിന്നെ ഇതവിടെയുള്ള വെജിറ്റബിൾ മാർക്കറ്റാണ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ്. അവിടെയും എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കിട്ടുന്നത്. ഇതവിടുത്തെ കാഷ്യൂ നട്ട്സ്. ഗോവയുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറയുന്നത് കാഷ്യൂ നട്ടാണ്. അവിടെ ഇഷ്ടംപോലെ കൾട്ടിവേഷനൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാഷ്യൂ നട്ടിൻ്റെ. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി ഡിന്നറൊക്കെ കഴിച്ചു. ഫിഷായിരുന്നു കഴിച്ചത്, കാരണം ഗോവയിലെ പ്രധാനപ്പെട്ടൊരു ഗോവൻ സീ ഫുഡൊക്കെയാണ്. പിന്നെ ഇത് ഫെനി, അത് ഗോവയിലെ ഈ കാഷ്യൂ നട്ട്സിൽ നിന്ന് എടുക്കുന്നൊരു ടൈപ്പ് മദ്യമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഈ കാണുന്ന ദൂരെ കാണുന്നതാണ് അടൽ സേതു പാലം. അതിൻ്റെ രാത്രി വ്യൂ ആണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇനി ബാക്കിയുള്ള ഗോവൻ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.